പേര് ഇടതുമുന്നണി എന്നാണെങ്കിലും പ്രവൃത്തി മുഴുവനും വലതുപക്ഷത്തിൻ്റെതാണ്. അത് ഈ സർക്കാർ ഒരു മുഖമുദ്രയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ മദ്യനയത്തിലും അത് പ്രതിഫലിക്കുന്നു. അങ്ങേക്ക് എന്ത് തോന്നുന്നു ഇതേക്കുറിച്ച്? ഒരു ഇടത് സർക്കാർ, നമ്മളെ പാരമ്പര്യമായി നമ്മൾ കരുതി വരുന്ന, പിന്തുടർന്ന് വരുന്ന ഒരു ഇടതുപക്ഷത്തിൽ നിന്നുള്ള വ്യതിയാനമല്ലേ ഇത്? തീർച്ചയായിട്ടും. അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നൊരു വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ വിറ്റ മദ്യം 11,450 കോടി രൂപയുടെ മദ്യം. എത്ര? അപ്പോൾ ഒരു ദിവസം എത്ര കോടി രൂപയുടെ മദ്യം? അപ്പോൾ ഈ മദ്യ കച്ചവടത്തിൽ കൂടിയാണ് ഇന്ന് സർക്കാരിൻ്റെ പ്രധാന വരുമാനമാണ്. പിന്നെ ലോട്ടറി കച്ചവടം പ്രധാനമായിട്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ മദ്യനയത്തെപ്പറ്റി പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കണം. എൻ്റെ ഒരു കുറിപ്പിൽ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതെ. അപ്പോൾ കേരളത്തിൽ ഇത്രയും മദ്യം വിറ്റൊഴിയുമ്പോൾ അതിൻ്റെ ഉപഭോക്താക്കളാണ് ആരാണ് പ്രധാനമായും? എനിക്ക് പറയാൻ മടിയില്ല. ഇത് 80% കുടിക്കുന്നതും ശ്രീനാരായണ ഗുരുവിനെ എൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ്. അത് കണ്ടില്ലെന്നാണ് SNDP യോഗ നേതൃത്വവും ഞങ്ങളുടെ സന്യാസി പരമ്പരകളും അവരുടെ നിലപാട്. അവരെന്നെ എതിർക്കണ്ടേ? ഗുരുദേവൻ മദ്യത്തെപ്പറ്റിയാണ് പ്രധാനമായി. അതെ, മദ്യം വിഷമാണ്, ഉണ്ടാക്കരുത്, കുടിക്കരുത്, അത് വിൽക്കരുത്. ശിവഗിരിയിൽ 3 ദിവസം ഒരുപാട് സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഈ മദ്യവർജനത്തെ പറ്റി ഒരു സമ്മേളനം നടന്നതായിട്ട് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്? അത് നടത്തില്ല. ഇല്ല. അപ്പോൾ ഇവർക്കിത് ആവശ്യമാണ്. ഇവർ അതിനെ സപ്പോർട്ട് ചെയ്ത് സർക്കാരുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മാർഗം ഉണ്ടാക്കുകയാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോകാനുണ്ടായ കാരണം, ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒരു സൊവനിയർ ഇറക്കിയാണ്. അതിൽ ഗുരുദേവൻ ഭൂജാതനായ ആ വീടിൻ്റെ പടം ഒന്നെടുക്കണം. ഞാൻ വയൽവാരം വീട് അതുകൊണ്ട് ഞാൻ മുകളിൽ വരുമ്പോൾ ഗുരുദേവൻ തന്നെ എന്നെ ഒരു കാഴ്ച കാണിച്ചിരുന്നു. ആ വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന അവിടെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, ഗുരുദേവ സൂക്തങ്ങൾ എഴുതി മരത്തിലും മതിലുമൊക്കെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. മദ്യം വിഷമാണ്, അത് കുടിക്കരുത്, കൊടുക്കരുത്, വാങ്ങരുതെന്നുള്ള ബോർഡ് കുപ്പത്തൊട്ടി കിടക്കുകയാണ്. ആ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. അതെടുത്ത് ഞാൻ പലർക്കും അയച്ചു കൊടുത്തു, ശ്രീനാരായണ ഭക്തർക്ക്. ആർക്കും പ്രതികരണമില്ല അതേപ്പറ്റി. ഈ പോക്ക് എങ്ങാട്ടാണ്? യുവജനങ്ങൾ മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി കൊലപാതകങ്ങൾ നടത്തി നശിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഇവിടുത്തെ സാമുദായിക സംഘടനകൾക്ക് സർക്കാരിനോ ഗുരുദേവ വിശ്വാസികൾക്കോ താല്പര്യമില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യാനോ? അല്ല, പൊതുവേ ഈ ഗുരുദേവന്റെ നവോത്ഥാനത്തെ ഏറ്റെടുത്ത് നടപ്പാക്കിയത് ഇടതുപക്ഷമാണ് കേരളത്തിൽ എന്നൊരു നരേറ്റീവ്, അങ്ങനെ ഒരു ആഖ്യാനമുണ്ട്. ഇതുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല അതിനെ. എവിടെന്താ എഴുതുന്നത്? ഇല്ല, ആത്മാർത്ഥ രാഷ്ട്രീയമായ തട്ടിപ്പ്, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തട്ടിപ്പ്. ഇവർക്ക് ഒരു താല്പര്യവുമില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നേക്കാൾ ഇരട്ടി മദ്യഷാപ്പുകളും ബാറുകളും ആയില്ലേ ഈ രാജ്യത്തല്ലയോ? പിന്നെ ഇവർക്ക് എന്താ താല്പര്യം?
ഒരു താല്പര്യമില്ല അവർക്ക്. ഈ വർജനം എന്നിങ്ങനെ വായ്ത്താരി ഇടുന്നതല്ല. അത്രയേ ഉള്ളൂ. ആ പറച്ചിൽ ഒരു ആത്മാർത്ഥതയില്ല. ഇത് വളരെ കൃത്യമായിട്ടൊരു വലതുപക്ഷ ചുവടുവയ്പ് തന്നെയാണ്. ഏത് സർക്കാർ വന്നാലും മദ്യം കൂട്ടി നിൽക്കാനൊക്കെ ഇവിടെ വ്യവസായങ്ങളില്ല, മറ്റ് വരുമാന മാർഗ്ഗവും ലോട്ടറിയും ഇല്ലാതെ പറ്റില്ല. മദ്യവും ലോട്ടറി ഇല്ലാതെ അവർക്ക് പറ്റില്ല. പിന്നെ വേറെ ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട്. ഒരു 10-60 വർഷം സാമൂഹ്യ പ്രവർത്തനം നടക്കിയ ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് എനിക്കത് തുറന്നു പറയാൻ നിവർത്തിയില്ല. പറയുന്ന മോശം. ഞാൻ എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണമല്ലോ അല്ലേ? അതെ അതെ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേറെ മാർഗമുണ്ട് ഇതിനേക്കാൾ വരുമാനം ഉണ്ടാക്കാൻ. അത് പറയാൻ നിവർത്തിയില്ല. നമ്മുടെ ജനകീയ സർക്കാരുകളെല്ലാം ഇത്തരത്തിൽ നമ്മുടെ ഒരു പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. അതെ, ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടി നവോത്ഥാനത്തെ എല്ലാം ചെയ്യേണ്ടതിൻ്റെ പ്രധാന അവകാശം. ചെമ്പഴന്തിയിലെ മദ്യം വിഷമാണ്, കുടിക്കരുത്, വിൽക്കരുത് എന്നൊക്കെയുള്ള ഗുരുദേവന്റെ സൂക്തം രചിച്ച ബോർഡ് കുപ്പത്തൊട്ടിയിലാണ് കിടക്കുന്നത് സാർ. അത് ചെമ്പഴന്തി ആശ്രമത്തിന്റെ ഗുരുകുലത്തിന്റെ അധികൃതരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയില്ല. ഞാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ ചോദിക്കാൻ അവകാശപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അവർ ചെയ്തോട്ടെ. എനിക്കല്ലേ ഇവരോടത്ത് ഞാൻ പോയില്ല. കാരണം ശാശ്വതികാനന്ദ സ്വാമിയും പ്രകാശാനന്ദ സ്വാമിയും തമ്മിലൊരു സംഘടന നടന്ന ഓർമ്മയുണ്ടോ? അധികാര മത്സരം. അതിനുശേഷം എനിക്ക് ശിവഗിരിയോടുള്ള താല്പര്യം ഒക്കെ കുറഞ്ഞു. ഈ സന്യാസിമാരെ എനിക്ക് വെറുപ്പാണ്. സത്യം ഓർന്ന് പറയാം, സന്യാസിമാർക്ക് എന്താണ് അധികാരമോഹം? അവർക്ക് ജാതിയും മതവും വേണോ? അതിനൊക്കെ അതീതരാണ് അവർ. അതീതരായി ജീവിക്കേണ്ടവരല്ലേ? ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങയുടെ ശ്രദ്ധയപ്പെട്ട ശിവഗിരിയിലെ സച്ചിദാനന്ദ എന്ന് പറയുന്ന സ്വാമി ഈ പിന്നോക്ക സമുദായ സമ്മേളനം നടത്തുകയാണ്. നേതാക്കന്മാരെ വിളിച്ചു കൂട്ടി. ഒന്നുകിൽ ഗുരുദേവ സിദ്ധാന്തങ്ങൾക്ക് അനുസരണമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറി നിന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുക. അല്ലേ? യാതൊരു സ്പർദ്ധയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതെ. ഇപ്പോൾ അവർക്ക് ഹിന്ദുക്കളെല്ലാം ഉള്ള അവകാശം വരെ വന്നിരിക്കുക. ഗുരുദേവൻ പ്രതിഷ്ഠകൾ മുഴുവൻ എടുത്തു നോക്കണം. ക്ഷേത്രങ്ങൾ ഹിന്ദുമത ആചാരപ്രകാരമല്ലേ നടത്തിയിരിക്കുന്നത്? ആണോ? അതെ. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പിന്നെ പ്രവേശിക്കുന്നവർക്ക് ഷർട്ടിടാൻ ധരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രാജ്യത്തുണ്ടാക്കുകയാണ്. കേട്ടുന്നില്ലേ? ഇതിൻ്റെ അടുത്ത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ട്. എൻ്റെ അറിവിൽ 3ാമത്തെ പ്രതിഷ്ഠ എന്നാണ് തോന്നുന്നത്. കോലത്തുകര, കുളത്തൂർ കോലത്തുകര. അത് ശിവക്ഷേത്രമാണെന്നാണ്. അത് ബാലശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഒരു കൽപ്പന കൊടുത്തു, നിർദ്ദേശം. ക്ഷേത്രത്തിനകത്തോട്ട് ആർക്കും ശ്രീകോവിലിൻ്റെ ഇടയിൽ നിന്ന് വണങ്ങാനൊക്കില്ല. നമ്മൾ 4 അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് തൊഴാൻ നോക്കൂ. ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഭാരവാഹികൾ 2 പേരും കണ്ടോ, തിടമ്പൊക്കെ എടുക്കാൻ പോകുന്നവർ. അവർ 10 ദിവസം കണ്ട വ്രതം എടുത്ത് ക്ഷേത്രം അവിടെ തന്നെ താമസിച്ച് അവിടെ അതിനകത്ത് പ്രവേശിക്കാൻ. പ്രധാനമന്ത്രി വന്നാലും ശരി, രാഷ്ട്രപതി വന്നാലും ശരി, ഗവർണർ വന്നാലും ശരി, ആര് വന്നാലും ശരി, വെള്ളാപ്പള്ളി അടേശം വന്നാലും ശരി, അതിനകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല. ആ ആചാരം ഇന്നും പാലിച്ചു വരികയാണ്. അതെന്താ ഒന്ന് മാറ്റാത്തത്? വരും ഗുരുദേവൻ്റെ പ്രതിഷ്ഠ വയ്ക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞാണ്. അറിയാം? കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പ്രതിഷ്ഠ വയ്ക്കുന്ന എവിടെയാണ്? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. ഇവർ ആഗ്രഹം അറിയിച്ചുകൊണ്ടേ പറഞ്ഞു എൻ്റെ പ്രതിഷ്ഠ വയ്ക്കരുതെന്ന് പറഞ്ഞു. കേട്ടില്ല. ഇവർ ഇറ്റലിയിൽ നിന്ന് പ്രതിമ ഉണ്ടായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ ചെന്ന് ഗുരുദേവനോട് പറഞ്ഞു, ഒന്ന് നോക്കണമെന്ന്, കാണണമെന്ന്. വന്ന് നോക്കി. ആഹാരവും വസ്ത്രവും വേണ്ട, വളരെ കാലം ജീവിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്നിറങ്ങിയതാണ്. പിന്നെ അദ്ദേഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേ പോയിട്ടില്ല. ഇന്ന് അതിന് പകരം അവർ ശ്രീനാരായണ ക്ഷേത്രങ്ങളുണ്ടാക്കി വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ ജനങ്ങളെ ബോധവൽക്കരണം കൊടുത്ത് അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലയോ?
തീർച്ചയായിട്ടും സർ, ഈ കാര്യത്തിൽ നമ്മുടെ സർക്കാരിനും വലിയ പിടിപ്പുകേടാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങ് നമ്മൾ ആരംഭിച്ചത് അവിടെയാണല്ലോ. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു വലതുപക്ഷ സമ്പൂർണമായ കീഴടങ്ങൽ അത് ഈ മദ്യ വ്യവസായത്തിൽ ഉൾപ്പെടെ സംഭവിച്ചിരിക്കുക. അതുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെങ്ങനെ ചെയ്യാനൊക്കെ? ഏത് സർക്കാർ വന്നാലും അവരുടെ വരുമാന മാർഗം ഇതല്ലേ, നേരത്തെ പറഞ്ഞ പോലെ. അതിൽ നിന്ന് അവർ പിന്മാറാൻ ഇപ്പോൾ അനിയന്ത്രിതമായി അത് അടുത്തൊരു ഗവൺമെൻറ് വന്നാലും ഇത് തന്നെയേ ഇവിടെ നടക്കൂ. അതിനെ ശക്തമായി എതിർക്കേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളാണ്. അതെ, പക്ഷെ അവർ ചെയ്യുന്നില്ല. പരിഹാരം അവിടെയാണ്. ആ പരിഹാരം അവിടെയാണ് സർ. ഗുരുദേവന്റെ ആത്മീയതയുമായിട്ട് ശക്തമായി സമൂഹത്തിലേക്ക് ഇറങ്ങുക, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിലൂടെ മാത്രമേ ഇതിന് മോചനം കിട്ടൂ, അല്ലാതെ വേറൊരു മോചനം കിട്ടില്ല. മദ്യം നിരോധിച്ചത് കൊണ്ടൊന്നും ഒന്നും പ്രയോജനമില്ല. ബോധവൽക്കരണം ചെയ്യും. എല്ലാ സാമൂഹ്യ സംഘടനകളെയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ ശക്തമായ മദ്യത്തിനെതിരായ ബോധവൽക്കരണം, അറിവ്, ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള അറിവ് സമൂഹത്തിന് പകർന്നു കൊടുക്കുക. ഇപ്പോൾ ഈ മയക്കുമരുന്നെല്ലാം കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ ഒക്കില്ല. 1964 ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ, ചെമ്പഴത്തി ശ്രീനാരായണ. അന്ന് ഞങ്ങൾ 282 പേരാണ്. കോളേജിൽ 10 മണിക്ക് മണി മുഴങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ് റൂമിലാണ്. പുറത്തൊരു വിദ്യാർത്ഥിയെ കാണാനില്ല. അവൻ ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ ടൈമിന് ഇറങ്ങും, അതുപോലെ വൈകുന്നേരം. എൻ്റെ ഈ 81ാമത്തെ വയസ്സിൽ ഈ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവുമായൊക്കെ ബന്ധപ്പെട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും റോഡിലാണ്. ആ രംഗങ്ങൾ വിവരിക്കുന്നതിന് എനിക്ക് ഒരു അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഞാനത് പറയുന്നത് തെറ്റാണ്. മനസ്സ് കണ്ട് വേദനിക്കുകയാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത്? വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറഞ്ഞ ഗുരുദേവൻ്റെ തത്വങ്ങൾ ഇതൊക്കെ ഇവർ സ്വതന്ത്രരാകുകയാണ്. ഇവരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലും സ്വതന്ത്രരാകുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ കാഴ്ച വളരെ സങ്കടത്തോടു കൂടിയാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടത്, പറയാതിരിക്കും. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമില്ല, നാട്ടുകാർക്കും ഉത്തരവാദിത്വമില്ല, മാനേജ്മെൻറ്റിനും ഇല്ല, ആർക്കും ഇല്ലെന്ന് വെച്ചാൽ എന്താണ് അവസ്ഥ? ശങ്കർ സാർ ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാം? പ്രസംഗത്തിൻ്റെ അവസാന വാക്ക്, ലബ്ധപ്രതിഷ്ഠരായ ആൾക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളോട് വേണം നമ്മൾ മത്സരിക്കാൻ, ആ ചിന്ത പറ്റി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നേരെ മറിച്ചാണ്. വളരെ ദുഃഖത്തോടു കൂടി ഞാൻ പറയും. ഇതാരെങ്കിലും തുറന്ന് പറയേണ്ടി രാജ്യത്ത് ഇതൊക്കെ. അതെ, തീർച്ചയായിട്ടും. എനിക്കൊന്നും നേടാനില്ല. ഇനി എന്ത് നേടാനാ? ക്യാൻസർ പിടിപെട്ട് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് 26 വർഷം ഞാൻ ജീവിച്ചു. ഇന്ന് ഒരു നമുക്ക് നടന്നു പോകാനുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സമൂഹത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. അത് പ്രസക്തിക്കും അവാർഡിനും വേണ്ടിയല്ല, രാജ്യത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് മാത്രമാണ്. തീർച്ചയായിട്ടും സർക്കാർ ഇതൊക്കെ മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തട്ടെ. അല്ലാത്ത പക്ഷം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന യാവത്തൊരു വലിയ ഭീഷണിയും ഒരു ഭീകരതയുമായി മാറും. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, സമ്പൂർണ്ണമായിട്ടും മാറും. ക്യാൻസറിനെയും എയ്ഡ്സിനേക്കാൾ മാരകം പറയാതിരിക്കാൻ പറ്റും. ക്യാൻസറിനൊക്കെ ഇപ്പം ചികിത്സയുണ്ട്. അതെ, അതിനേക്കാൾ മാരകമാണ് മദ്യവും മയക്കുമരുന്നും. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കട്ടെ, ഇത് പ്രതീക്ഷിക്കാം.